സിനിമാ ലോകവും പ്രേക്ഷകരും ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ് ബാലൻ എന്ന ചിത്രം. സംവിധായകനായ സത്യൻ അന്തിക്കാടും ചിത്രത്തെ പ്രശംസിച്ച് എത്തിയിരിക്കുകയാണ്. വിനോദയാത്രയുടെ സെറ്റിൽ വെച്ചാണ് ചിദംബരത്തെ ആദ്യമായി താൻ കാണുന്നത്. അന്ന് ചിദംബരം വെറും ബാലൻ തന്നെയായിരുന്നു. അനിയൻ ഗണപതി സിനിമയിൽ അഭിനയിക്കുന്നത് കാണാൻ അമ്മയോടൊപ്പം വന്ന ചേട്ടൻകുട്ടി. സിനിമയിൽ തന്നെയാണ് തനിക്കും താല്പര്യമെന്ന് ആ കുട്ടി അന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ അതിശയിപ്പിക്കുന്ന മൂന്നാമത്തെ സിനിമയുമായി ചിദംബരം നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. ബാലൻ കണ്ടപ്പോൾ തനിക്ക് PN മേനോനെയും ഭരതനെയും KG ജോർജിനെയും ഒക്കെ ഓർമ്മ വന്നു. ന്യൂജൻ സിനിമയെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള കാലമാണിത്. ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണെന്ന് കരുതി പുറത്തിറക്കിയ പല സിനിമകളും നിലം തൊടാതെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മനസ്സിനെ കൊളുത്തി വലിക്കുന്ന ഒരു വിഷയവും അത് ഭംഗിയായി പറയാനുള്ള മിടുക്കുമുണ്ടെങ്കിൽ എന്നെന്നും ഓർമ്മിക്കപ്പെടുന്ന സിനിമയുണ്ടാകും എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ബാലൻ. ഓരോ വാക്കും ഓരോ ഷോട്ടും എത്ര ശ്രദ്ധയോടെയാണ് ചിദംബരം ഒരുക്കിയിട്ടുള്ളത്. ജിത്തു മാധവനും ഷൈജു ഖാലിദും അടക്കമുള്ള മികച്ച ടീമാണ് ചിദംബരത്തിനൊപ്പമുള്ളത്. സംഗീതവും എഡിറ്റിംഗും കലാസംവിധാനവുമെല്ലാം ഒരേ താളത്തിൽ ഇഴചേർന്നു പോകുന്ന കാഴ്ചയാണ്. ഓരോ കഥാപാത്രത്തിനും ഇതിലും യോജിക്കുന്ന മറ്റൊരാളില്ല എന്ന് തോന്നിപ്പിക്കുന്ന അഭിനേതാക്കളുടെ നിര. അവരെ കണ്ടെത്തിയ ഗണപതിക്കുമുണ്ട് ഒരു വലിയ സല്യൂട്ട്. ജീവൻ പോൾ ലാൽ പവിത്രനിലൂടെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയണം. ടോവിനോയുടെ സാന്നിധ്യവും ശ്രദ്ധേയമാണ്. ഒട്ടും താരപരിവേഷമില്ലാതെ സ്വാഭാവികമായി ടോവിനോ പെരുമാറി. ഫർഹാനെയും അമ്മുമ്മയും ലോറിക്കാരനായി 2 സീനിൽ വന്ന് കസറിയ ആനന്ദ് ഏകർഷിയുമൊക്കെ നമുക്ക് കിട്ടിയ വരദാനമാണ്. സംസ്കാരമുള്ള മലയാള സിനിമയുടെ ഏറ്റവും പുതിയ മുഖമാണ് ബാലൻ. ഈ സിനിമയുമായി സഹകരിച്ച എല്ലാവർക്കും എന്റെ സ്നേഹം. സത്യൻ അന്തിക്കാടിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു.